കേരള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ദുഃഖറാന തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. ഇത് ജൂബിലി വർഷമാണെന്ന് നമുക്കറിയാം. ഈ ജൂബിലി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തിരുവെഴുത്തിലൂടെ നമ്മളോട് പറഞ്ഞത് ഈ വർഷം പ്രത്യേകമാം രീതിയിൽ നമ്മുടെ രക്ഷയുടെ കവാടമായ ഈശോയെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുവാനുള്ള ഒരു പ്രത്യേക അവസരമായിട്ടാണ് പിതാവ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം തോമാസ് ശ്ലീഹ എത്രമാത്രം തീക്ഷ്ണതയോടും തീവ്രതയോടും ഈശോയെ കാണുവാൻ, ഞാൻ ഈശോയെ കാണുകയും അവിടുത്തെ വിലാവിൽ തൊടുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ലെന്നുള്ള സ്നേഹത്തോടെയുള്ള സാക്ഷ്യം, അവിടുത്തെ കാണാൻ, അവിടുത്തെ തൊടാൻ, അവിടുന്നുമായിട്ട് ആ ബന്ധത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അവസാനം വരെ പോകുവാൻ തയ്യാറായ ആ തോമാസ് ശ്ലീഹായുടെ ചൈതന്യം ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പുതിയ മാർപ്പാപ്പയുണ്ട്, ലയോ 14 മാർപ്പാപ്പ. പരിശുദ്ധ പിതാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം, സഭയുടെ ഫലപുഷ്ടത എന്ന് പറയുന്നത് കുരിശിനോട് ചേർന്ന് നിന്നാണ്. കുരിശിലൂടെയുള്ള ഉത്ഥാനം, കുരിശിൻ ചൂട്ടിലാണ് പരിശുദ്ധ അമ്മയുടെ മാതൃത്വം നമുക്ക് ലഭിച്ചത്. സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധിയും ഫലപുഷ്ടതയും ഒക്കെ കുരിശിലൂടെ ഉത്ഥിതനായ ഈശോയിലൂടെയാണ് നമ്മൾ നേടുവാനായിട്ട് സാധിക്കുക. ഉത്ഥിതനായ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്ത് ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ തോമാസ് ശ്ലീഹയുടെ തീവ്രതയോടുകൂടി ഈ ദുഃഖറാന തിരുനാൾ അവിടുത്തെ കണ്ടുമുട്ടുവാൻ, അവിടുത്തെ ആ സ്നേഹം ലോകം എമ്പാടും കൊടുക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യാശയുടെ പ്രവാചകരാകാം.